പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ജീവിതത്തെക്കുറിച്ച് ഓരോ വ്യക്തികൾക്കും ഓരോ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെയുണ്ട്. എന്നാൽ പലപ്പോഴും നാം ആഗ്രഹിച്ച രീതിയിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നില്ല. അതിനർത്ഥം നമ്മുടെ ജീവിതം പരാജയത്തിലേക്കാണ് പോകുന്നതെന്ന് ഒരിക്കലും നാം വിശ്വസിക്കരുത്. എന്ത് സംഭവിച്ചാലും അതിൻ്റെ പിന്നിൽ ഒരു കൃത്യമായ കാരണമുണ്ടാകും. ചിലപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളതിനേക്കാൾ ഒരു മികച്ച അവസരം നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കാനായിരിക്കും. ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെയും അത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ സ്വീകരിച്ചുകൊണ്ട് എന്തു വന്നാലും അത് ഞാൻ സ്വീകരിക്കും, പരാതികൾ പറയുകയില്ല, എന്തു വന്നാലും എൻ്റെ നന്മയ്ക്കായിട്ട് മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ പരാജയപ്പെടാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. ലോകത്തിലുള്ള സകല കഷ്ടങ്ങളെയും ജയിച്ച യേശു കർത്താവ് വിളിച്ചു പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്. അതെ, ആ കഷ്ടങ്ങളെയൊക്കെ ജയിച്ചവനാണ് നമ്മളോടിത് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് വിശ്വസിക്കുക പ്രിയമുള്ളവരെ, എന്ത് സംഭവിച്ചാലും, എന്ത് കഷ്ടങ്ങൾ സംഭവിച്ചാലും, എന്ത് സഹനങ്ങൾ ജീവിതത്തിൽ നേരിട്ടാലും ഇതിനൊക്കെ ഒരു പ്രതിഫലമുണ്ട് എന്ന് നാം എപ്പോഴും വിശ്വസിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ മനസ്സിനെ അത് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ചില പരാജയങ്ങളിൽ പെടുമ്പോൾ അതിൽ വീണു പോകാതെ നമുക്ക് മുന്നോട്ടേക്ക് സഞ്ചരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പൊട്ടക്കിണറ്റിൽ വീണ ആ കഴുതയുടെ കഥ ഒരിക്കലും നമ്മൾ മറക്കരുത്. അത് നമുക്കറിയാം. അതായത് പൊട്ടക്കിണറ്റിൽ കഴുത വീണപ്പോൾ ആ ഉടമ എന്താണ് ചിന്തിച്ചത്? ഇനി ഇതിനെ കൊണ്ട് ആവശ്യമൊന്നുമില്ല, ഇനി ഈ പൊട്ടക്കിണറ്റിൽ കുറച്ച് മണ്ണിട്ട് അങ്ങ് മൂടിയേക്കാം. അങ്ങനെ കുറച്ചു പേരുടെ സഹായത്തോടു കൂടി കിണറ്റിലേക്ക് മണ്ണ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ എപ്പോഴും ബുദ്ധിയില്ല എന്ന് പറയുന്ന കഴുത ഉപയോഗിച്ച തന്ത്രം എന്താണ്? തൻ്റെ മുകളിലേക്ക് വീഴുന്ന ഓരോ കുട്ട മണ്ണും അതിനെ ഒരു തടസ്സമായി എടുക്കാതെ അത് തന്നെ ഒടുക്കുവാനുള്ളതല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഓരോ കുട്ട മണ്ണും തൻ്റെ ദേഹത്ത് വീഴുമ്പോൾ അത് കുടഞ്ഞു കളഞ്ഞുകൊണ്ട് ആ മണ്ണിൻ്റെ മുകളിൽ നിന്ന് അത് മുകളിലേക്ക് വരികയാണ്. അവസാനം പൊട്ടക്കിണർ നികന്നപ്പോൾ കഴുത മുകളിലെത്തുകയും ചെയ്തു. പ്രതിസന്ധികളൊക്കെ അടിക്കടി ജീവിതത്തിൽ നമ്മുടെ പരാജയത്തിലേക്ക് നമ്മളെ തള്ളിയിട്ടേക്കാം. പക്ഷേ ആ പരാജയത്തിലേക്ക് നമ്മളെ തള്ളിയിടുമ്പോൾ അത് നമ്മുടെ മുകളിൽ വീഴുന്ന ഓരോ കുട്ട മണ്ണുമാണെന്ന് കരുതി അതിനെ തട്ടി ഉണർത്തിക്കൊണ്ട് മുകളിലേക്ക് കയറി വരുവാനായിട്ട് ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. ഒരു പ്രശ്നം അത് വളരെ സാഹസികമായിട്ട് നാം അതിനെ തരണം ചെയ്യുമ്പോഴായിരിക്കും മറ്റൊരു പ്രശ്നം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇത് അങ്ങനെയാണ്. ഇത് ജീവിതത്തിലുടനീളം അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതിനെയൊക്കെ നമുക്ക് അതിസാഹസമായിട്ട് നേരിടണം. തടസ്സങ്ങളെ ചാടിക്കടക്കുവാൻ നമുക്ക് കൃപ തരണമെന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ, നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.